എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയെ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ബ്രഹ്മവും മനസ്സും പൂർണ്ണമാണെങ്കിലും ബ്രഹ്മത്തിന് ചലനമില്ല, സാക്ഷിഭാവത്തിൽ നിൽക്കുകയുള്ളൂ. ആദിപരാശക്തി, അതായത് വിശ്വമനസ്സ് അങ്ങനെയല്ല. ബ്രഹ്മത്തെ പോലെ തന്നെ പൂർണ്ണമാണെങ്കിലും അത് ഓരോ ജീവനിലുമുള്ള മനസ്സായും പ്രവർത്തിക്കുന്നു. നിങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്ന മനസ്സിനെ സാധന ചെയ്ത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനസ്സായി മാറ്റണം. മനസ്സ് പൂർണ്ണമായാൽ പൂർണ്ണബോധവും നമ്മളിൽ നിറയും. ഇത് എങ്ങനെ എന്ന് ഒരു വീഡിയോയിൽ വ്യക്തമാക്കാം. ഇത് ഉണരുന്നതോടെ നമ്മൾക്ക് നമ്മുടെ യഥാർത്ഥ സംസ്കാരം ഉണരും. ഇത് എങ്ങനെയെന്ന് ചിന്തിച്ചാൽ നിങ്ങളിലെ വ്യക്തി മനസ്സിൽ നിന്നും പ്രപഞ്ച മനസ്സായി മാറി അറിവ് നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവിടെ എത്തിയാൽ എല്ലാ സംശയങ്ങളും തീർന്ന് നിങ്ങൾ മുക്തരാവും. ഇതാണ് മോക്ഷം. മോഹക്ഷയം, മുക്തി എന്നെല്ലാം പറയുന്നത് എല്ലാം കെട്ടുപാടിൽ നിന്നും ഉള്ള മോചനം. അതിന് നിങ്ങൾ പ്രയത്നിക്കണം. നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സംസ്കാരത്തിലൂടെ സത്യത്തെ അറിയണം. ഇതാണ് ജന്മസാഫല്യം. ഇതിലും വ്യക്തമായി എനിക്ക് അറിയില്ല. വാക്കുകൾക്ക് പരിധിയുണ്ടല്ലോ. നിർവഹിക്കാനോ അളക്കാനോ പറ്റാത്ത ഒന്നിനെക്കുറിച്ച് എനിക്ക് ഇത്രയേ പറയാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ. നന്ദി, നമസ്കാരം.